പറയാനുള്ളത് വാഴക്കൃഷി തുടങ്ങാൻ എല്ലാവരും. നല്ല അടിപൊളി പടാ. പാരന്റ്സിനെ കൊണ്ടുവന്ന് കാണിക്കണം. ഇഷ്ടം. അടിപൊളി പടാ. സെറ്റപ്പ് പടം. ഹാഷിർ ചുമ്മാ പൊളിച്ചു. നമ്മള് ഫോണിൽ കാണുന്ന തന്നെ പുള്ളി ഇതിനകത്ത് പൊളിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിന്റെ ഉണ്ട്. ഒരു 4.5. സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് ഒക്കെ വരുന്നവർക്ക് നമ്മുടെ അതേ ഒരു ജീവിതം റിലേറ്റ് ആ ഒരു വൈബ് എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റുമോ ബ്രോ? അടിപൊളി പടമായിരുന്നു. നമുക്ക് എല്ലാവർക്കും മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു മൂവി എന്ന് പറയാൻ പറ്റും. അതായത് നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് പോയി കാണാൻ പറ്റിയ മസ്റ്റ് വാച്ച് പടം. ഇപ്പൊ കോടതിയിലൊക്കെ പഠിച്ചാൽ കട്ട് ചെയ്ത് വന്ന് കാണാൻ പറ്റിയൊരു മൂവി എന്നൊക്കെ പറയാല്ലേ? തീർച്ചയായിട്ടും കട്ട് ചെയ്ത് കാണാൻ പറ്റിയ മൂവി. ആ ഒരു വാടാന്നുള്ള പേര് കേൾക്കുമ്പോൾ അതായിട്ട് നമുക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാം. കോളേജ് ലൈഫൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. വാഴ എന്നുള്ള ആ ഒരു പേരിനോട് എന്തായാലും ആ ഒരു സിനിമ നല്ലോണം റിലേറ്റ് ചെയ്യുന്നുണ്ട് ആ പേരിനോട്. പെർഫോമൻസ് ചെയ്യണം. നമുക്ക് കോമഡിക്ക് സിങ്ക് ആയത് നല്ല കോമഡി, നല്ല പ്ലേസിംഗ് ഒക്കെയാ കോമഡി. നമുക്ക് ബോറടിക്കില്ല. ഫൈവിൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 ഒരു 4.5 എന്തായാലും കൊടുക്കാൻ പറ്റും. നല്ല മൂവി ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു. ചിരിക്കാൻ കുറേ ഉണ്ട്. ഉണ്ടല്ലേ? നമുക്ക് ഫൈവിൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഒരു 9.10. 5 ഒരു 4. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. കോമഡിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു. പിറ്റേതും നന്നായിട്ട് വർക്കൗട്ട് ഉണ്ട്. ഹാഷറിന്റെ ഒക്കെ ഒരു പ്രസൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു ഫൈവിൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 ഒരു 3.5 കൊടുക്കാം. നല്ലായിരുന്നു. നല്ല മൂവി ആയിരുന്നു. നല്ല മൂവി. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബോയ്സിനൊക്കെ പ്രത്യേകിച്ച് നല്ലതാ. നല്ല മെസ്സേജ് ആയിരുന്ന മൂവിയാ. വാഴ എന്നുള്ള ടൈറ്റിലിനോട് എങ്ങനെ അത് കറക്റ്റ് ലോജിക്കുള്ള കറക്റ്റ് ഇതുപോലെ തന്നെ സെയിം തന്നെ. ഫൈവിൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? അതില് ഒരു 9. 5 സോറി 5 കൊടുക്കാൻ പറ്റും. നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല ഫൺ പടം. റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു വാഴ ലൈക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലായിടത്തും വാഴ. സ്റ്റാർട്ടിംഗ് മുതൽ എന്റെ വരെ വാഴന്റെ ഒരു ഈ ഹൈസ്കൂൾ ആ ഒരു ടൈം ആണെങ്കിൽ ശരിക്കും അത്യാവശ്യം സിങ്ക് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈസ്കൂളും കോളേജും എല്ലാം ലൈക്ക് പക്കാ റിലേറ്റഡ്. ഒരു ഫുൾ കോമഡി പടം എന്നുള്ള രീതിയിൽ ഫുൾ ഫൺ ടൈം ലൈക്ക് ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചില്ലായിട്ട് കാണാൻ പറ്റുന്ന ഒരു നമുക്ക് ഫൈവിൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും മൂവിക്ക്? 3. ഓക്കെ. ഹാഷിറിന്റെ സ്കോർ ചെയ്ത് ചെറിയ സീനിൽ തന്നെ ലൈക്ക് ഫുൾ നൈസ് ആയിട്ട് ചെയ്തു. താങ്ക് യു. കൊള്ളാം. നല്ല മൂവിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. കോമഡി ഉണ്ട്, നല്ല കോമഡി ഉണ്ടല്ലേ? റീസെന്റ് അത്ര കോമഡി ഫുൾ ആയിട്ടുള്ള മൂവീസ് ഒന്നും അറിയില്ല. അപ്പൊ ഇത് അങ്ങനെ സെറ്റ് ആക്കാൻ പറ്റുമോ? ഇത് ഏകദേശം അത്യാവശ്യം പിടിക്കും. നല്ല കോമഡി ഉള്ള പടം. നമുക്കൊരു ഫൈവിൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 ഒരു 3.5 4. ഓക്കെ. നല്ല പടമായിരുന്നു. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹാഷിർ കിടക്കി. ബാക്കി ആക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും സൂപ്പറായിരുന്നു. ഈ വാഴ എന്നുള്ള നെയിമിനോടൊക്കെ നല്ല രീതിയിൽ ഇമോഷണൽ ആയിട്ട് എല്ലാം ഉണ്ട്. ബോയ്സിനൊക്കെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റൂല. അടിപൊളി പടമായിരുന്നു. രക്ഷയില്ല. നമുക്ക് ഈ മൂവിയിൽ എങ്ങനെ മസ്റ്റ് ആയിട്ട് കാണണം അങ്ങനെ ഒരു മൊമെന്റ് എങ്ങനെ? അത് അവിടെ എല്ലാവരുടെയും ഒരു ബാക്ക് ബെഞ്ചേഴ്സിന്റെ ഒരു സ്റ്റോറി തന്നെയാണ്. ബാക്ക് ബെഞ്ചേഴ്സിന്റെ സ്റ്റോറിയാണ്. വാഴ എന്നുള്ള പേരിനോട് നല്ല രീതിയിൽ ഉണ്ടല്ലേ? ഇറ്റ് ഹാസ് വാല്യൂ ആൻഡ് ഇറ്റ് ഹാസ് പ്രൗഡ്. നമുക്ക് 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 I will give like 4.5.